അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ പ്രോപ്പർട്ടീസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ ന്യൂക്ലിയർ സൈസും ന്യൂക്ലിയർ മാസും പഠിച്ചു. ന്യൂക്ലിയർ മാസ് പഠിച്ച സമയത്ത് മാസ് ഡിഫക്റ്റ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ മാസ് ഡിഫക്റ്റ് എന്തായിട്ടാണ് ന്യൂക്ലിയസ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ വരുന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ന്യൂക്ലിയർ പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയർ ഡെൻസിറ്റി. ന്യൂക്ലിയർ ഡെൻസിറ്റി, നമുക്ക് ഡെൻസിറ്റി എന്താണെന്നറിയാം. ഒരു മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും എന്താണ്, ന്യൂക്ലിയർ മാസ് ബൈ ന്യൂക്ലിയർ വോളിയം ആണ് ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ മാസ് നമ്മൾ എങ്ങനെയാണ് സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ സം ഓഫ് മാസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ന്യൂക്ലിയോൺസ്. അതായത് എ മാസ് നമ്പർ ഉള്ള ഒരു ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ മാസ് എന്ന് പറയുന്നത് A/Mn ആയിരിക്കും. വേർ Mn ഈസ് ദി മാസ് ഓഫ് ന്യൂക്ലിയോൺ. ഒരു ന്യൂക്ലിയോൺ, അത് പ്രോട്ടോൺ ആവട്ടെ ന്യൂട്രോൺ ആവട്ടെ, അതിൻ്റെ അപ്രോക്സിമേറ്റ് മാസ്സാണ്. രണ്ടിൻ്റെയും മാസ് എക്സാക്ട്ലി ഈക്വൽ അല്ല, എന്നാലും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ന്യൂക്ലിയോണിൻ്റെ മാസിനെ നമ്മൾ Mn എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ മാസ് എത്രയായിരിക്കും? A/Mn. കാരണം അതിൽ A നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയർ മാസ് എന്ന് പറഞ്ഞാൽ AMn ആണ്. അവിടെ Mn ന്യൂക്ലിയോൺസിൻ്റെ മാസ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി എടുത്തിരിക്കുന്നത് 1.67 × 10⁻⁻27 കിലോഗ്രാം. നിങ്ങൾ ഉണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രോട്ടോണിൻ്റെ മാസ് 1.67 × 10⁻24 ആണ്. അത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അത് കുറച്ചുകൂടിയും 7 കഴിഞ്ഞ് കുറച്ചുകൂടി നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെ മാസും ഏകദേശം 1.67 ആണ്. അപ്പോൾ ന്യൂക്ലിയോണിൻ്റെ മാസ് നമ്മൾ 1.67 × 10⁻27 കിലോഗ്രാം എന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ന്യൂക്ലിയർ വോളിയം. നമ്മളിപ്പോൾ ന്യൂക്ലിയസിനെ സ്ഫെറിക്കൽ ഷേപ്പുള്ള ഒരു സ്ഫെറിക്കൽ ഷേപ്പായിട്ടാണ് നമ്മൾ ന്യൂക്ലിയസിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ വോളിയം എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ വോളിയമാണ്. 4/3 πr³. R എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ സൈസ് പറഞ്ഞ സമയത്ത് ന്യൂക്ലിയർ റേഡിയസ് കണ്ടുപിടിക്കാനുള്ളൊരു എംപിരിക്കൽ ഫോർമുല പറഞ്ഞായിരുന്നു. എത്രയാണ്? R0 എന്ന്. അപ്പോൾ ന്യൂക്ലിയർ റേഡിയസിന് പകരം ആറിന് പകരം നമ്മൾ R0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂക്ലിയർ വോളിയം = 4/3 π × R0 എന്ന് കിട്ടും. അതായത് 4/3 π R0³ × A എന്ന് കിട്ടും. അതാണ് ഒരു ന്യൂക്ലിയസ്, സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു ന്യൂക്ലിയസിൻ്റെ വോളിയം. എക്സാക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പൊന്നുമല്ല, അതൊക്കെ നമ്മൾ ഇനി ക്വാഡ്രപ്പോൾ മൊമെൻറ്റ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ അതാണ് ന്യൂക്ലിയർ വോളിയം. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ മാസും കിട്ടി, ന്യൂക്ലിയർ വോളിയവും കിട്ടി. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ഡെൻസിറ്റി ρN എന്ന് പറയുന്നത് എത്രയായിരിക്കും? AMn / 4/3 π R0³ A എന്നാണ്. അതായത് എയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് Mn / 4/3 π R0³ ആണ് ന്യൂക്ലിയർ ഡെൻസിറ്റി. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Mnൻ്റെയും R0ൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.67 × 10⁻⁻27 / 4/3 π × R0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.3 ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ 1.3 × 10⁻⁻15 മീറ്ററാണ്. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ന്യൂക്ലിയർ ഡെൻസിറ്റി ρN = 1.816 × 10⁻17 kg/m³. അപ്പോൾ 1.816 × 10⁻27 ആണ് ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ വാല്യൂ. നിങ്ങൾക്ക് അപ്പോൾ എത്രമാത്രം ഡെൻസാണ് ന്യൂക്ലിയസ് എന്ന് ഈ വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ്, 1 m³ വോളിയത്തിനകത്ത് എത്ര മാസുണ്ട്? 1.816 × 10⁻17 കിലോഗ്രാം. ഒരു m³ മാസ് എന്ന് പറയുമ്പം അത്ര വലിയ മാസ്, 1 m³ വോളിയം എന്ന് പറയുമ്പോൾ അത്ര വലിയ വോളിയം ഒന്നുമല്ല. 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ ബ്രെഡ്ത്തും 1 മീറ്റർ ഹൈറ്റും ഉള്ളൊരു ക്യൂബ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ക്യൂബിനകത്ത് ഇത്രയും മാസുള്ള ഒരു പദാർത്ഥം, ഒരു സബ്സ്റ്റൻസ് ഇരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ മനസ്സിലാവും ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ വാല്യൂ എത്രമാത്രം വലിയ വാല്യൂ ആണെന്ന്. അപ്പോൾ ചില സ്റ്റാർസ്, അതായത് വൈറ്റ് ഡോർഫ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഈ വൈറ്റ് ഡോർഫിനകത്തും അത് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റർ പാർട്ടിക്കിൾ പ്രഷറൈസ് ചെയ്ത് എക്സ്ട്രീമായിട്ട് കംപ്രസ് ചെയ്തിരിക്കുമ്പോൾ
ആ വൈറ്റ് ഡോർഫിൻ്റെ ഡെൻസിറ്റിയും ഏകദേശം ന്യൂക്ലിയർ ഡെൻസിറ്റി, പക്ഷേ അത്രയൊന്നും ഇല്ല. വൈറ്റ് ഡോർഫിൻ്റെ ഡെൻസിറ്റി എനിക്ക് തോന്നുന്നു ഒരു 10⁻⁹ kg/m³ഒക്കെയാണ്. അപ്പോൾ അതിനേക്കാളും എത്രയോ ഡെൻസാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് നിങ്ങൾക്ക് ഈ വാല്യൂ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതാണ് ന്യൂക്ലിയർ ഡെൻസിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത് പറയാനുള്ളത് ന്യൂക്ലിയർ ചാർജാണ്. ന്യൂക്ലിയർ ചാർജ് പോസിറ്റീവ് ചാർജാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജിന് കാരണം അതിനകത്തുള്ള പ്രോട്ടോൺസാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജും അറിയാം, 1.6 × 10⁻⁻19 കൂളം. അത്രയുമാണ് ന്യൂക്ലിയർ ചാർജ് അത്രയാണ് ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂക്ലിയസിനകത്ത് Z പ്രോട്ടോൺസ്, അതായത് നമ്മളെടുക്കുന്ന ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പർ Z ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് Z ടൈംസ് ദി ചാർജ് ഓഫ് പ്രോട്ടോൺ, ദാറ്റ് ഈസ് ZE ആണ് ആ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയർ ചാർജ് നമുക്ക് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എക്സ്റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്കാറ്ററിങ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ, അങ്ങനെ എന്തെങ്കിലും ആൽഫ സ്കാറ്ററിങ്ങോ അല്ലെങ്കിൽ എക്സ്റേ സ്പെക്ട്രം അതൊക്കെ അനലൈസ് ചെയ്താണ് നമ്മൾ ന്യൂക്ലിയർ ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയർ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. സ്പിൻ ആംഗുലാർ മൊമെൻറ്റം പേര് കേൾക്കുമ്പോൾ അറിയാം എന്താണെന്ന്, ന്യൂക്ലിയസ് സ്പിൻ ചെയ്യുക, ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ന്യൂക്ലിയോൺസ് സ്പിൻ ചെയ്യുകയാണെന്ന്. അപ്പം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും വെറുതെ അല്ല ഇരിക്കുന്നത്, അതിന് ഒരു സ്പിൻ മോഷനുണ്ട്. ആ സ്പിൻ മോഷൻ്റെ ഫലമായിട്ട് അതിനൊരു സ്പിൻ മോഷൻ ഉള്ള പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആംഗുലാർ മൊമെൻറ്റമാണ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. നിങ്ങൾ പിന്നെ ഹൈഡ്രജൻ ആറ്റം മോഡലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, ക്വാണ്ടം നമ്പർ, സ്പിൻ ആംഗുലാർ മൊമെൻറ്റം, ക്വാണ്ടം നമ്പർ. അപ്പോൾ ഇത് ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ആംഗുലാർ മൊമെൻറ്റമാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. അതുപോലെ തന്നെ സ്പിൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിന് ഉണ്ടാകുന്ന ആംഗുലാർ മൊമെൻറ്റമാണ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അതേപോലെ തന്നെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ന്യൂക്ലിയോൺസും സ്പിൻ ചെയ്യുന്നുണ്ട്. അത് സ്പിൻ ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് ഒരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ആ ന്യൂക്ലിയസിന് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് LS എന്ന് പറയുന്ന ഇലക്ട്രോണാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്പിൻ ആംഗുലാർ മൊമെൻറ്റം LS = √L × L+1 h/2π. എന്നാൽ ചില കേസിൽ നമ്മൾ S എന്നും കൊടുക്കാറുണ്ട്, പക്ഷേ ഇവിടെ ന്യൂക്ലിയസിൻ്റെ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ L എന്ന് കൊടുത്തത്. അപ്പോൾ ന്യൂക്ലിയർ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, √L × L+1 h/2π അല്ലെങ്കിൽ h കട്ടാണ്. അവിടെ L എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പറാണ്. അതിൻ്റെ വാല്യൂ നിങ്ങൾ ഇലക്ട്രോൺസിൻ്റെ കേസിൽ പഠിച്ചതുപോലെ തന്നെ 1/2 ആണ്. ഏതിൻ്റെ വാല്യൂ, സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വാല്യൂവും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, LS = √3/2 h കട്ട് അല്ലെങ്കിൽ h/2π ആണ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ. ഇനി റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പം ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ന്യൂക്ലിയോൺസിന് സ്പിൻ മാത്രമല്ല ഒരു ഓർബിറ്റൽ മോഷനും കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സം ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂവും സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ആംഗുലർ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് ഗിവൺ ബൈ LN. ന്യൂക്ലിയസിൻ്റെ അതുകൊണ്ടാണ് LN എന്നൊരു ലെറ്റർ കൊടുത്തത്. അപ്പോൾ LNൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √LN × Ln+1 h/2π ആണ് റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റം. അവിടെ ഈ സ്മോൾ ln എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ നമ്മൾ ഈ റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റത്തിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും, അതാണ് ന്യൂക്ലിയർ സ്പിൻ. ന്യൂക്ലിയർ സ്പിൻ എന്നാണ് ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റത്തിനെ അറിയുന്നത്. അപ്പോൾ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിലൊക്കെ നിങ്ങൾ
പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്പെക്ട്രോസ്കോപ്പിയിൽ എന്താണ് NMR സ്പെക്ട്രമൊക്കെ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ അതെ NMR സ്പെക്ട്രം പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ന്യൂക്ലിയർ സ്പിന്നിൻ്റെ വാല്യൂ എന്ന് വെച്ച് കൊടുത്തത് അവിടെ നിങ്ങൾ I × I+1 എന്നൊക്കെ ആയിരിക്കും കൊടുത്തത്. പല പേരുകൾ, പല ടെക്സ്റ്റിൽ പല നൊട്ടേഷനാണ്. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് LN ന്യൂക്ലിയർ സ്പിൻ ആംഗുലർ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്പിന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് LN = √L × L+1 h/2π എന്നാണ്. ഓക്കെ, അതാണ് ടോട്ടൽ അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്.